ഹായ് ഓൾ, വെൽക്കം ടു പി എസ് സി ബുക്ക് ഷെൽഫ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂ SSCRT 10th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് സെക്കൻഡ് പാർട്ടിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും എന്നതാണ് ടോപ്പിക്ക്. എല്ലാ PSC എക്സാമുകളിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് കാലാവസ്ഥ എന്നുള്ളത്. അതായത് ജിയോഗ്രഫി പോർഷനിൽ നിന്നും മസ്റ്റ് ആയിട്ട് നമുക്കൊരു 2 മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷനാണ് കാലാവസ്ഥ എന്നുള്ളത്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മുടെ PSC എക്സാംസിന് ചോദിക്കുന്ന എല്ലാ പോർഷൻസും അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മസ്റ്റ് ആയിട്ടും എല്ലാവരും ഈ ചാപ്റ്റർ നോക്കിയതിനു ശേഷം മാത്രം ഒരു PSC എക്സാമിന് പോവുക. ഈ ചാപ്റ്റർ വളരെ വലുതായതുകൊണ്ട് തന്നെ 3 പോർഷൻസ് ആയിട്ട് ഈ ചാപ്റ്ററിനെ ഞാൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 3 ക്ലാസ്സസ് ആയിട്ടാണ് ആഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ടെമ്പറേച്ചറും, സെക്കൻഡ് ക്ലാസ്സിൽ വിൻഡ് എന്ന് പറയുന്ന പോർഷനും, ഫൈനലി നമ്മൾ ക്ലൗഡ് എന്ന പോർഷനുമാണ് ഈ ചാപ്റ്ററിൽ എടുക്കുന്നത്. അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ ക്ലാസ്സുകൾ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് തന്നെ പോകാം. ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും എന്നതാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര് തന്നെ. ഈ ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം ചോദിക്കാം. എന്താണ് ദിനാന്തരീക്ഷ സ്ഥിതി? അതായത് നമ്മുടെ വെതറും ക്ലൈമറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നുള്ള കാര്യം. ആക്ച്വലി നമ്മൾ രണ്ട് വേർഡ്സും, അതായത് വെതർ എന്താണെന്നും ക്ലൈമറ്റ് എന്താണെന്നും അറിയാമെങ്കിലും നമ്മൾ രണ്ടും യൂസ് ചെയ്യാറുണ്ട്. അത് പ്രോപ്പർ വേയിലാണ് യൂസ് ചെയ്യാറുള്ളത്. ആക്ച്വലി ഈ പറയുന്ന ക്ലൈമറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദീർഘകാലത്തില് ഒരു സ്ഥലത്ത് അനുഭവപ്പെടുന്ന കാലാവസ്ഥയാണ് ക്ലൈമറ്റ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതേസമയം വെതർ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഹ്രസ്വ കാലയളവ്, ഫോർ എക്സാമ്പിൾ ഒരു 24 hours എടുത്തിട്ട് അവിടെ അനുഭവപ്പെടുന്ന കാലാവസ്ഥ എന്താണ്, അതിനെയാണ് നമ്മൾ വെതർ എന്ന് പറയുന്നത്. അപ്പം ഈ ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് വെതർ എന്നും എന്താണ് ക്ലൈമറ്റ് എന്നും നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അത് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നമുക്ക് ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മുടെ ദിനാന്തരീക്ഷ ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതെന്തൊക്കെയാണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അന്തരീക്ഷ താപനില, മർദ്ദം, കാറ്റ്, ആർദ്രത തുടങ്ങിയ ഘടകങ്ങളാണ് നമ്മുടെ ദിനാന്തരീക്ഷ ഘടകങ്ങൾ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ വെതറിനെ ഏതൊക്കെ ഘടകങ്ങളാണ് വെതറിനെ ബാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ അന്തരീക്ഷത്തിന്റെ താപനിലയെ അനുസരിച്ചിട്ട് നമ്മുടെ വെതർ മാറാം. അതുപോലെ തന്നെ നമ്മുടെ മർദ്ദത്തിനെ അനുസരിച്ചിട്ട്, അതുപോലെ കാറ്റിനെ അനുസരിച്ചിട്ട്, അതുപോലെ ആർദ്രതയെ അനുസരിച്ചിട്ട്. ഈ പറയുന്ന താപനില, മർദ്ദം, കാറ്റ്, ആർദ്രത ഈ ഘടകങ്ങളൊക്കെ ഒരു പ്രദേശത്തിലെ എന്താണ് ലഭ്യമാകുന്ന സൂര്യപ്രകാശത്തിന്റെ അളവിന് അനുസൃതമായി അന്തരീക്ഷ താപനില, മർദ്ദം, കാറ്റ്, ആർദ്രത തുടങ്ങിയ ഘടകങ്ങൾക്ക് വിധേയമായിരിക്കും അവിടെ അനുഭവപ്പെടുന്ന അന്തരീക്ഷാവസ്ഥ. അതിനാൽ ഈ ഘടകങ്ങളെ ദിനാന്തരീക്ഷ ഘടകങ്ങൾ എന്ന് പറയുന്നു. അതായത് ഒരു ക്ലൈമറ്റിനെ ആയാലും ഒരു വെതറിനെ എടുത്തിട്ടുണ്ടെങ്കിലും അതിനെ മെയിൻ ആയിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്ന ഘടകങ്ങളാണ് അന്തരീക്ഷ താപനില, മർദ്ദം, കാറ്റ്, ആർദ്രത. ഈ 4 ഘടകങ്ങളും മറന്നു പോകരുത്, മസ്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. ഒന്നുകൂടി, അന്തരീക്ഷ താപനില, മർദ്ദം, കാറ്റ്, ആർദ്രത. ഇനി നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കാര്യം ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വെതർ എന്താണ്, ക്ലൈമറ്റ് എന്താണെന്ന് ടെക്സ്റ്റ് ബുക്കിലെ ഡെഫിനിഷൻ നമുക്കൊന്ന് നോക്കാം. ഒരു നിശ്ചിത പ്രദേശത്തെ ഹ്രസ്വ കാലയളവിൽ അനുഭവപ്പെടുന്ന താപനില, അന്തരീക്ഷ മർദ്ദം, കാറ്റുകൾ, ആർദ്രത, വർഷണം തുടങ്ങിയ സാഹചര്യങ്ങളെയാണ് ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് വിശേഷിപ്പിക്കുന്നത്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു വെതർ എന്താണെന്നുള്ളത്. വെതറിന്റെ മലയാളമാണ് ദിനാന്തരീക്ഷ സ്ഥിതി. മലയാളം വേർഡ്സ് ഓർത്തിരിക്കണം, കാരണം 10th ലെവൽ വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ മലയാളത്തിൽ തന്നെയാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറയുന്നതാണ് വെതർ എന്ന് പറയുന്നത്. അതേസമയം എന്താണ് കാലാവസ്ഥ അല്ലെങ്കിൽ ക്ലൈമറ്റ് എന്ന് പറയുന്നത്? ഒരു വിശാല ഭൂപ്രദേശത്ത് ദീർഘകാലമായി അനുഭവപ്പെടുന്ന ദിനാവസ്ഥ സാഹചര്യങ്ങൾ ശരാശരിയെയാണ് കാലാവസ്ഥ എന്ന് പറയുന്നത്. ഏകദേശം 35 മുതൽ 40 വർഷക്കാലത്തെ ദിനാവസ്ഥാ സാഹചര്യങ്ങൾ പരിഗണിച്ചാണ് ഒരു പ്രദേശത്തിന്റെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നത്. ഓക്കെ, അപ്പൊ കാലാവസ്ഥ എന്താണ്, ദിനാന്തരീക്ഷ സ്ഥിതി എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഭൂമുഖത്തെ സസ്യജന്തുജാലങ്ങളിലും മനുഷ്യ ജീവിതത്തിലും വൈവിധ്യം തീർക്കുന്നതിൽ അതാത് പ്രദേശത്തെ കാലാവസ്ഥാ സാഹചര്യങ്ങൾ നിർണായകമാണ്. ആഹാരക്രമം, വസ്ത്രധാരണ, ഭവന നിർമ്മാണം, തൊഴിൽ തുടങ്ങിയവയിൽ മാത്രമല്ല നമ്മുടെ ശാരീരികവും മാനസികവുമായ സ്ഥിതിവിശേഷങ്ങളിലും മനുഷ്യരാശിയിലെ വർണ്ണവർഗ വൈവിധ്യങ്ങളിലും കാലാവസ്ഥാ ഘടകങ്ങളുടെ സ്വാധീനം പ്രകടമാണ്. ലോകമെമ്പാടുമുള്ള കാർഷിക വൃത്തി മുഖ്യമായും കാലാവസ്ഥ അനുസൃതമാണ്. ലോക ചരിത്രത്തിന്റെ ഗതിയെ തന്നെ മാറ്റിയ ആദ്യകാല സമുദ്ര സഞ്ചാരങ്ങൾ മുതൽ ആധുനിക ഗതാഗത വാർത്താവിനിമയ സംവിധാനങ്ങൾ വരെ ദിനാവസ്ഥാ സ്ഥിതി വിവരങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. നമുക്കറിയാവുന്ന കാര്യമാണ് നമ്മുടെ ഒരു പ്രദേശത്തെ കൃഷി നടത്തുന്നത് അല്ലെങ്കിൽ ആ പ്രദേശത്തെ മനുഷ്യരുടെ ജീവിതം. ഇപ്പൊ നമ്മൾ ജമ്മു കാശ്മീരിലുള്ളവരുടെ കൃഷിയാണോ നമ്മൾ കേരളത്തിൽ നടത്തുന്നത്? അല്ലെങ്കിൽ അവരവിടെ ധരിക്കുന്ന വസ്ത്രധാരണമാണോ കേരളത്തിലുള്ളത്? അല്ലല്ലോ. ഓരോ പ്രദേശങ്ങളിലും അവരവരുടെ കാലാവസ്ഥയെ അടിസ്ഥാനമാക്കിയാണ് ജീവിത ശൈലിയും അതുപോലെ തന്നെ നമ്മുടെ തൊഴിലും നമ്മുടെ ഫുഡ് ഐറ്റംസും എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, ഇനി ടെക്സ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്
കൃഷി, സഞ്ചാര ഗതാഗതം, മത്സ്യബന്ധനം, വിനോദസഞ്ചാരം ഇതൊക്കെ എങ്ങനെയാണ് ഓരോ ഭൂപ്രദേശത്തിലും ഡിഫറന്റ് ആയിരിക്കുന്നത്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് വിനോദസഞ്ചാരം. ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ എടുക്കുകയാണ് നമ്മുടെ മൂന്നാറും തേക്കടിയൊക്കെ. അതേപോലെ പോയിട്ട് നമുക്കൊരു തീരപ്രദേശമുള്ള ഒരു ജില്ലയിൽ ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. കാരണം മൂന്നാർ തേക്കടിയൊക്കെ നല്ല തണുപ്പുള്ളതാണ്. ടൂറിസം മേഖല ആ ഒരു രീതിയിൽ നോക്കിയിട്ടേ കാര്യമുള്ളൂ. മറ്റേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, അത് കടലോര പ്രദേശങ്ങളാണ്. അപ്പം അവിടെ അത് ടൈപ്പ് വിനോദസഞ്ചാരങ്ങൾ നടത്തിയിട്ടേ കാര്യമുള്ളൂ. അപ്പം അതാണ് ടെക്സ്റ്റ് ബുക്കിലും പറഞ്ഞിരിക്കുന്നത്. ഓരോ സ്ഥലത്തെയും കാലാവസ്ഥയെയും അതേപോലെ തന്നെ വെതറിനെയും ഡിപ്പെൻഡ് ചെയ്താണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും നടക്കുന്നതെന്ന്. ഇനി നമ്മുടെ ഈ പറയുന്ന കാലാവസ്ഥയെ എന്തൊക്കെ ഘടകങ്ങളാണ് പ്രധാനമായും കാലാവസ്ഥയെ അല്ലെങ്കിൽ ഈ പറയുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയെ ബാധിക്കുന്നത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ അന്തരീക്ഷ താപനില. സൂര്യനാണ് ഭൂമിയുടെ ഊർജ്ജ സ്രോതസ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് ഊർജ്ജം ലഭിക്കുന്ന ഭൂമിയിലേക്ക് ഊർജ്ജം ലഭിക്കുന്നതിന്റെ വലിയൊരു ഊർജ്ജ സ്രോതസ് സൂര്യനാണെന്ന് അറിയാം. സൂര്യനിലെ അണുസംയോജനം അഥവാ ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രക്രിയയിലൂടെയാണ് ഊർജം ഉണ്ടാകുന്നത്. നോക്കാം, അണുസംയോജനം എന്താണ്? ഓൾറെഡി ഫിസിക്സ് ക്ലാസ്സുകളിൽ ഇഷ്ടം പോലെ കേട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും. സൂര്യനിലെ ന്യൂക്ലിയർ ഫ്യൂഷൻ വഴിയാണ് നടക്കുന്നത്. അണുബോംബിലേക്ക് എന്താ നടക്കുന്നത്? അത് ന്യൂക്ലിയർ ഫിഷൻ വഴിയാണ് നടക്കുന്നത് എന്നുള്ള കാര്യം. അപ്പൊ നമുക്ക് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്താണെന്ന് നോക്കാം. രണ്ടോ അതിലധികമോ ചെറിയ അണുകേന്ദ്രങ്ങൾ കൂട്ടിയിടിയിലൂടെ സംയോജിച്ച് ഒരു വലിയ ആറ്റം രൂപപ്പെടുന്നു. അതായത് ഫ്യൂസ് ചെയ്യുന്നു. ഫ്യൂഷൻ എന്താണ്? കൂട്ടിയോജിക്കുകയാണ് ചെയ്യുന്നത്. ചെറുത് കൂട്ടിയോജിച്ച് വലുതൊന്ന് വലിയൊരു ആറ്റം രൂപം കൊള്ളുന്നു. പ്രതിപ്രവർത്തനമാണ് അണുസംയോജനം. രൂപപ്പെടുന്ന പ്രതിപ്രവർത്തനമാണ് അണുസംയോജനം. ഹൈഡ്രജൻ പോലുള്ള കുറഞ്ഞ ആറ്റോമിക സംഖ്യയുള്ള മൂലകങ്ങളാണ് ഈ പ്രക്രിയ സംഭവിക്കുന്നത്. ഇതിലൂടെ വൻതോതിൽ ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ന്യൂക്ലിയർ ഫ്യൂഷൻ വഴിയാണ് സൂര്യനിൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത്. സൂര്യൻ ഉൾപ്പെടെ പ്രപഞ്ചത്തിലെ എല്ലാ നക്ഷത്രങ്ങളിലും ഇടതടവില്ലാതെ ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അണുസംയോജനത്തിലൂടെയാണ്. സൂര്യനിൽ അണുസംയോജനത്തിലൂടെ ഓരോ സെക്കൻഡും 600 ദശലക്ഷം ടണ്ണിലേറെ ഹൈഡ്രജൻ ഹീലിയമായി പരിവർത്തനം ചെയ്യപ്പെടുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഓക്കെ, എന്തുമാത്രമാണ്? 600 ദശലക്ഷം ടണ്ണിലേറെ ഹൈഡ്രജൻ ഹീലിയമായി പരിവർത്തനം ചെയ്യപ്പെടുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പം സൂര്യനിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ വഴി വരുന്ന ഊർജമാണ് നമ്മുടെ ഊർജ്ജ സ്രോതസ് എന്ന് പറയുന്നത്. ഓക്കെ, അൺസംയോജന പ്രക്രിയയെ കുറിച്ച് ശാസ്ത്ര ക്ലാസ്സുകൾ ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ്. ഫിസിക്സിനൊക്കെ നമ്മൾ ഇഷ്ടം പോലെ പഠിക്കുന്നതാണ്. അൺസംയോജനത്തിലൂടെ വൻതോതിൽ തുടർച്ചയായി രൂപം കൊള്ളുന്ന ഊർജം സൂര്യനിൽ നിന്നും ഹ്രസ്വതരംഗങ്ങളായി, വെരി വെരി ഇമ്പോർട്ടന്റ്, അതായത് സൗരവികിരണം സൂര്യനിൽ നിന്നും എങ്ങനെയാണ് ഇവിടെ എത്തുന്നത്? അത് ഹ്രസ്വതരംഗങ്ങളായിട്ടാണ്. ഊർജം ഭൂമിയിൽ എത്തുന്നത് ഹ്രസ്വതരംഗങ്ങളായിട്ടാണ്. ദാറ്റ് മീൻസ് സൗരവികിരണം എന്ന് പറയുന്നത് ഒരു ഹ്രസ്വതരംഗമാണ്. ഭൗമവികിരണം എന്ന് പറയുന്നത് എന്താണ്? അതൊരു ദീർഘതരംഗമാണ്. അതിനെപ്പറ്റി പറയുന്നുണ്ട്, ഞാനിപ്പോ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ സൗരവികിരണം തന്നെ എടുക്കാം. സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് ഊർജം എത്തുന്ന ഹ്രസ്വതരംഗങ്ങളായിട്ടാണ്. ഹ്രസ്വതരംഗങ്ങളായി വികിരണം ചെയ്യപ്പെടുന്നു. സൂര്യനിൽ നിന്ന് വികിരണത്തിന്റെ ഒരു ചെറിയ ഭാഗം, അതായത് നമ്മളിപ്പോ പറഞ്ഞു 600 ദശലക്ഷം ഒക്കെ ഉണ്ടെന്ന്, ഏകദേശം 200 ദശലക്ഷം അത്രയും മാത്രമാണ് നമുക്ക് ഭൂമിയിലേക്ക് എത്തുന്നുള്ളൂ. മാത്രമാണ് ഭൗമോപരിതലത്തിലേക്ക് എത്തുന്നത്. ഭൗമോപരിതലത്തിലെത്തുന്ന സൗരവികിരണത്തിന്റെ അളവിനെയാണ് ഇൻസോലേഷൻ എന്ന് പറയുന്നത്. അതായത് സൂര്യനിലുണ്ടാവുന്ന മുഴുവൻ ഊർജ്ജവും ഭൂമിയിലേക്ക് എത്തുന്നില്ല. ഏകദേശം 200 ദശലക്ഷം ഒക്കെ ഭൂമിയിലേക്ക് എത്തുന്നുള്ളൂ. അപ്പം ആ ഭൂമിയിലേക്ക് എത്തുന്ന സൗരകിരണത്തിന്റെ അളവിനെയാണ് നമ്മൾ ഇൻസോലേഷൻ എന്ന് പറയുന്നത്. സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് വരുന്ന സൗരവികിരണത്തിന്റെ ഒരു ഭാഗം അന്തരീക്ഷ വസ്തുക്കളെ തട്ടി പ്രതിഫലിക്കുകയും മേഘങ്ങൾ, പൊടിപടലങ്ങൾ എന്നിവയാൽ ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അന്തരീക്ഷത്തിലൂടെ കടന്നു വരുന്ന സൗരവികിരണം ഹ്രസ്വതരംഗങ്ങളായതിനാൽ അന്തരീക്ഷത്തെ കാര്യമായി ചൂട് പിടിപ്പിക്കാറില്ല. സൗരവികിരണത്തിലൂടെ ഭൗമോപരിതലം ചൂടുപിടിക്കുന്നു. തുടർന്ന് വിവിധ താപന പ്രക്രിയയിലൂടെ ഭൗമോപരിതലത്തിൽ നിന്നും അന്തരീക്ഷത്തിലേക്ക് താപ വ്യാപനമുണ്ടാകുന്നു. താപചാലനം, സംവഹനം, അഭിവഹനം, വികിരണം എന്നിവയാണ് പ്രധാന താപന പ്രക്രിയകൾ. ഓക്കെ, അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ഭൂമി ചൂടുപിടിക്കുന്ന സൗരവികിരണം വഴിയും അന്തരീക്ഷം ചൂടുപിടിക്കുന്നത് ഭൗമവികിരണം വഴിയുമാണ്. എങ്ങനെയാണ് ഈ താപം ചലിക്കുന്നത്? താപവ്യാപന പ്രക്രിയകളാണ് പിന്നീട് പറഞ്ഞിരിക്കുന്നത്. അതായത് താപചാലനം, സംവഹനം, അഭിവഹനം, വികിരണം. ഇത്രയും 4 ടൈപ്പിലാണ് നമുക്ക് താപവ്യാപന പ്രക്രിയകൾ നടക്കുന്നത്. താപചാലനം എന്ന് പറഞ്ഞാൽ എന്താണ്? ചൂടായ ഭൗമോപരിതലത്തോട് ചേർന്നുള്ള അന്തരീക്ഷത്തിന്റെ താഴ്ന്ന വിധാനങ്ങളിലേക്ക് താപം പകരുന്നു. ചൂടായ ഭൗമോപരിതലത്തോട് ചേർന്ന അന്തരീക്ഷത്തിന്റെ, അതായത് നമ്മൾ പറഞ്ഞു അന്തരീക്ഷം ഭൗമവികിരണം വഴിയാണ് ചൂടുപിടിക്കുന്നത്. ഈ പറയുന്ന ഒരു പോയിന്റ് കൂടി നമ്മൾ ഓർത്തിരിക്കാം. നമ്മൾ പറഞ്ഞു സൗരവികിരണം എന്ന് പറയുന്ന ഹ്രസ്വതരംഗങ്ങളാണെന്ന് പറഞ്ഞു.
എന്താണ് ഹ്രസ്വ തരംഗം എന്നതിന്റെ മീനിങ്? വേവ് ലെങ്ത് വളരെ കുറവായിട്ടുള്ള തരംഗങ്ങളെയാണ് നമ്മൾ ഹ്രസ്വ തരംഗങ്ങൾ എന്ന് പറയുന്നത്. വേവ് ലെങ്ത് കുറവാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? വേവ് ലെങ്ത് കുറവാണ് എങ്കിൽ അവയുടെ ഫ്രീക്വൻസി വളരെ കൂടുതലായിരിക്കും. അതായത് വേവ് ലെങ്തും ഫ്രീക്വൻസിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓൾറെഡി ഫിസിക്സ് ക്ലാസ്സിൽ എല്ലാവരും കേട്ടിട്ടുള്ള കാര്യമായിരിക്കും. അപ്പോൾ ഫ്രീക്വൻസി വളരെ കുറവായിട്ടുള്ള തരംഗങ്ങളാണ് സൗരവികിരണങ്ങൾ. അതേസമയം നമ്മുടെ ഭൗമവികിരണങ്ങൾ എങ്ങനെയാണ്? ഫ്രീക്വൻസി വളരെ കുറവല്ല, ഫ്രീക്വൻസി വളരെ കൂടുതലായിട്ടുള്ള ഹ്രസ്വ തരംഗങ്ങളാണ് സൗരവികിരണങ്ങൾ. അതേസമയം നമ്മുടെ ഭൗമവികിരണം എങ്ങനെയാണ്? ഭൗമവികിരണം എന്ന് പറയുന്ന ഒരു ദീർഘതരംഗമായതുകൊണ്ട് തന്നെ അതിന്റെ ഫ്രീക്വൻസി വളരെ കുറവുമായിരിക്കും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണല്ലോ. അതിലേക്ക് വരുന്നുണ്ട്. അതിന് മുമ്പായിട്ട് 2 പോയിന്റ്സ് എന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അന്തരീക്ഷ താപവ്യാപന പ്രക്രിയയിൽ ഫസ്റ്റ് താപചാലനം എന്ന് പറയുമ്പോൾ ചൂടായ ഭൗമോപരിതലത്തോട് ചേർന്നുള്ള അന്തരീക്ഷത്തിന്റെ താഴ്ന്ന വിധാനങ്ങളിലേക്ക് താപം പകരുന്നു. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടില്ല, താപചാലനവും വികിരണവും തമ്മിലുള്ള വേരിയേഷൻ. താപചാലനം എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം ഉണ്ടെങ്കിൽ മാത്രമേ താപം ട്രാൻസ്ഫർ ചെയ്യുകയുള്ളൂ. അതേസമയം ഇവിടെ പറഞ്ഞിരിക്കുന്ന വികിരണം എന്ന് വെച്ചാൽ ഭൗമോപരിതലം ചൂട് പിടിക്കുന്നതോടെ ദീർഘതരംഗങ്ങളായി ഭൗമോപരിതലത്തിൽ നിന്ന് ഊർജം പുറന്തള്ളുന്നു. അവിടെ നമുക്ക് ഒരു മീഡിയം ആവശ്യമില്ല, ഇല്ലാതെ തന്നെ താപം വരും. അതായത് സൂര്യനിൽ നിന്നും താപം ഭൂമിയിൽ എത്തുന്നത് എങ്ങനെയാണ് എന്ന് ചോദിക്കാറുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, റേഡിയേഷൻ വഴിയാണ് എത്തുന്നത് എന്നുള്ള കാര്യം. അതായത് ഒരു മാധ്യമത്തിന്റെ ആവശ്യമില്ലാതെ അതിന് ചലിക്കാൻ സാധിക്കുന്നു എന്നാണ്. അപ്പം താപചാലനവും അതായത് കണ്ടക്ഷനും റേഡിയേഷനും തമ്മിലുള്ള വേരിയേഷൻ. കണ്ടക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ മീഡിയം ആവശ്യമുണ്ട്, അതേസമയം റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ മീഡിയം ആവശ്യമില്ല. പിന്നെ 2 പ്രക്രിയകളാണ് സംവഹനവും അഭിവഹനവും. സംവഹനം എന്ന് വെച്ചാൽ ഭൂമിയോട് അടുത്തുള്ള അന്തരീക്ഷവായു ചൂട് പിടിച്ച് വികസിച്ച് മുകളിലേക്ക് ഉയരുന്നതിലൂടെ കൂടുതൽ ഉയരങ്ങളിലേക്ക് താപം വ്യാപിക്കുന്നു. ഇവിടെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ ആക്ച്വലി ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടില്ല. അതായത് വായുവിന്റെ ലംബമായ ചലനം നടക്കുന്ന പ്രതിഭാസം ഏതാണെന്ന്. വായുവിന്റെ ലംബമായ ചലനം നടക്കുന്ന പ്രതിഭാസം സംവഹനമാണ്. അതേസമയം വായുവിന്റെ തിരശ്ചീനമായ ചലനം നടക്കുന്ന പ്രതിഭാസം ഏതാണെന്ന് വെച്ചാൽ അത് അഭിവഹനവുമാണ്. അപ്പം അഭിവഹനം എന്ന് വെച്ചാൽ തിരശ്ചീന ചലനം, ദാറ്റ് മീൻസ് കാറ്റുകൾ, വായുവിന്റെ കാറ്റ്. അപ്പം അഭിവഹനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരശ്ചീനമായ ചലനമാണ് വായുവിന്റെ. സംവഹനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വായുവിന്റെ ലംബചലനവുമാണ്. ഇത് രണ്ടുമൊന്ന് ഓർത്തിരിക്കാം. ഹ്രസ്വ തരംഗങ്ങളും ദീർഘതരംഗങ്ങളും ഇപ്പൊ എന്താണെന്ന് നമ്മൾ കുറെ നേരമായിട്ട് പറയുകയാണ്. ഒന്നുകൂടി നോക്കാം. ചൂടേറിയ വസ്തുക്കളിൽ നിന്നും ഊർജം വികിരണം ചെയ്യപ്പെടുന്നതിന് ഹ്രസ്വ തരംഗങ്ങളായിട്ടാണ്. ആവർത്തി കൂടുതലായതിനാൽ ഹ്രസ്വ തരംഗങ്ങൾക്ക് അന്തരീക്ഷത്തിലൂടെ തടസ്സമില്ലാതെ കടന്നു പോകാനാകുന്നു. താരതമ്യേന ചൂട് കുറഞ്ഞ വസ്തുക്കളിൽ നിന്നും ഊർജ വികിരണം നടക്കുന്നതാണ് ദീർഘതരംഗങ്ങളായിട്ടാണ്. ഒരു തരംഗത്തിന്റെ ആവർത്തി കുറവായതിനാൽ അന്തരീക്ഷ വസ്തുക്കളാൽ ആഗിരണം ചെയ്യപ്പെടുകയോ പ്രതിഫലിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നില്ല. അപ്പം എന്തുകൊണ്ടാണ് സൗരവികിരണം സൂര്യനിൽ നിന്നും വരുന്ന ഹ്രസ്വ തരംഗങ്ങളായിട്ടും ഭൗമവികിരണം ദീർഘതരംഗങ്ങളായിട്ടും പോകുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി ഇവിടെ ഒരു താപ ബജറ്റ് പറഞ്ഞിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാം. അതായത് സൗരവികിരണം നമ്മൾ 100% ആയിട്ട് അങ്ങ് അസ്യൂം ചെയ്യുന്നു. അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്ന ആകെ സൗരോർജ്ജത്തിനെ നമ്മൾ 100% ആയിട്ട് അങ്ങ് എടുക്കുന്നു. ഓക്കെ, ഇതാണ് 100% ആയിട്ട് നമ്മൾ സങ്കല്പിക്കുന്നു. ഈ പറയുന്ന സൗരവികിരണത്തില് ഭൗമോപരിതലത്തിൽ എത്തിച്ചേരുന്നത് എത്രയാണ്? അതായത് ഭൗമോപരിതലത്തിലേക്ക് എത്തിച്ചേരുന്നത് വെറും 50% മാത്രമാണ് ഭൗമോപരിതലത്തിൽ എത്തുന്നത്. 51% ആണ് എത്തുന്നത്. അതിവിടെ അവർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി സൗരവികിരണം എന്ന് പറയുമ്പോൾ അവിടെ നിന്നും വന്നു കഴിഞ്ഞപ്പോൾ അന്തരീക്ഷത്തിലെ മേഘങ്ങളും പൊടിപടലങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ ഒരു 100% വന്നതിനകത്ത് 14% മേഘങ്ങളും പൊടിപടലങ്ങളും ആഗിരണം ചെയ്തു. ബാക്കി ഉണ്ടായിരുന്ന 35% അന്തരീക്ഷം തന്നെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു. അതായത് ഈ 35 + 14 49 ആയി. 100 ആണ് നമ്മൾ എടുത്തത്. 100 - 49 51% മാത്രമാണ് ഭൗമോപരിതലത്തിലേക്ക് എത്തിയുള്ളൂ. ഈ ഭൗമോപരിതലത്തിൽ എത്തിക്കഴിയുമ്പോഴേ ഭൗമവികിരണം വഴി എത്രയാണ്? 34% ഭൗമവികിരണം വഴി എത്തുന്നുണ്ട്. 34% ഭൗമവികിരണം വഴി. നേരിട്ട് ശൂന്യാകാശത്തേക്ക് പോകുന്നത് എത്രയാണ്? അതാണെങ്കിൽ 17% പോകുന്നുണ്ട്. അപ്പൊ ദാറ്റ് മീൻസ് എന്താണ് ഇങ്ങോട്ടേക്ക് വരുന്നത്? അതായത് അന്തരീക്ഷത്തിൽ നിന്നും പുനഃവികിരണം ചെയ്യപ്പെടുന്നതിലൂടെ ഭൂമിയിലും അന്തരീക്ഷത്തിലുമായി ലഭ്യമാകുന്ന മുഴുവൻ ഊർജവും മടക്കി അയക്കുന്നു. എന്താണ് അവരെഴുതിയിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്ന ആകെ സൗരോർജ്ജം 100 യൂണിറ്റായി സങ്കല്പിച്ചാൽ അതിൽ 35 യൂണിറ്റ് ഊർജം പ്രതിഫലനത്തിലൂടെ തിരിച്ചു പോകുന്നു. 14 യൂണിറ്റ് ഊർജം അന്തരീക്ഷ വസ്തുക്കൾ ആഗിരണം ചെയ്യുകയും ചെയ്യുന്നു. ദാറ്റ് മീൻസ് 35 + 40 49 തീർന്നു പോയി കേട്ടോ. നമ്മുടെ ഭൂമിയിലേക്ക് എത്തിയില്ല. ഭൂമിയിലേക്ക് എത്തിയത് തന്നെ എത്രയാണ്? ഭൗമോപരിതലത്തിൽ ലഭിക്കുന്നത് ആകെ 51 യൂണിറ്റ് ഊർജമാണ്. ഇനി താപചാലനം, സംവഹനം തുടങ്ങിയ താപന പ്രക്രിയയിലൂടെ ഭൂമിയിൽ നിന്ന് 34 യൂണിറ്റ് ഊർജം അന്തരീക്ഷത്തിൽ കൈമാറുന്നു.
17 യൂണിറ്റ് ഊർജം ഭൗമോപരിതലത്തിൽ നിന്ന് നേരിട്ടും ഓൾറെഡി തന്നെ 48 യൂണിറ്റ് ഊർജം അന്തരീക്ഷത്തിൽ നിന്നും പുനഃവികിരണം ചെയ്യപ്പെടുന്നതിലൂടെ ഭൂമിയിലും അന്തരീക്ഷത്തിലുമായി ലഭിക്കുന്ന മുഴുവൻ ഊർജവും മടക്കി അയക്കുന്നു. ഓക്കെ, അതായത് ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഭൂമി തിരിച്ചു അയക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ ടെമ്പറേച്ചർ കൂടി പോയില്ലായിരുന്നോ. അതായത് ഒരു താപ ബജറ്റ് ആയിട്ടാണ് ഇത് നിലനിൽക്കുന്നത്. ഓക്കെ, ഭൗമോപരിതലത്തിൽ നിന്ന് ദീർഘതരംഗങ്ങളായി ഊർജം പുനഃവികിരണം ചെയ്യപ്പെടുന്ന പ്രക്രിയയെ ഭൗമവികിരണം എന്ന് വിളിക്കുന്നു. ഭൗമവികിരണത്തെ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള ഹരിതഗൃഹവാതകങ്ങൾ ആഗിരണം ചെയ്യപ്പെടുന്നത് അന്തരീക്ഷം ചൂട് പിടിക്കുന്നു. ഇതിനെ ഹരിതഗൃഹ പ്രഭാവം എന്ന് വിളിക്കുന്നു. എന്താണ് ഹരിതഗൃഹ പ്രഭാവം എന്ന് അന്വേഷിച്ചറിയുക. നമുക്കറിയാവുന്ന കാര്യമാണല്ലോ ഹരിതഗൃഹ പ്രഭാവം എന്താണെന്നും ഓസോൺ ലെയറിന്റെ കാര്യങ്ങളൊക്കെ. അപ്പൊ അതിലേക്കൊന്നും കിടക്കുന്നില്ല. പ്രതിദിന ഭൂമിയിലേക്ക് വന്നു ചേരുന്ന ഏറെക്കുറെ മുഴുവൻ ഊർജ്ജവും ഇത്തരത്തിൽ പുനഃവികിരണം ചെയ്യപ്പെടും. നമ്മൾ പറഞ്ഞല്ലോ 100% ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ഏറെക്കുറെ 99% തിരിച്ച് ഭൂമി അങ്ങോട്ടും ഇടുന്നുണ്ട്. അതായത് അവിടെ ഒരു ഹീറ്റ് സന്തുലനാവസ്ഥ ഭൂമി കീപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഭൂമിയിൽ അധിക ചൂട് അനുഭവപ്പെടാതിരിക്കുന്നത്. അല്ലാതെ സൂര്യനിൽ നിന്നും വരുന്ന ഈ ചൂട് മുഴുവനും കൂടി ഭൂമിയിലേക്ക് എത്തിയായിരുന്നെങ്കിൽ എന്താ അവസ്ഥ? നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുമോ? ഇല്ല. പ്രതിദിനം ഭൂമിയിലേക്ക് വന്നു ചേരുന്ന ഏറെക്കുറെ മുഴുവൻ ഊർജവും ഇത്തരത്തിൽ പുനഃവികിരണം ചെയ്യപ്പെടുന്നതിലൂടെ ഭൗമോപരിതല താപം ക്രമാതീതമായി കൂടാതെയും കുറയാതെയും സന്തുലിതമായി നിലനിർത്താനാകുന്നു. ഈ താപ സന്തുലന പ്രക്രിയയെ ഭൂമിയുടെ താപ ബജറ്റ് എന്ന് വിളിക്കുന്നു. ഓക്കെ, നമ്മൾ പറഞ്ഞു. ഇനി ദിവസം മുഴുവൻ ഒരേ അളവിലാണോ നമുക്ക് സൗരോർജ്ജം ലഭിക്കുന്നത്? ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ അനുഭവപ്പെടുന്നത്, അതായത് ഉച്ചയ്ക്ക് 2 മണിക്ക് രേഖപ്പെടുന്ന താപനിലയാണ് ഒരു ദിവസത്തെ കൂടിയ അന്തരീക്ഷ താപനില ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. ഉച്ചതിരിഞ്ഞ് സൗരവികിരണത്തിന്റെ തീക്ഷ്ണത കുറയുകയും സമാന്തരമായി ഉണ്ടാകുന്ന ഭൗമവികിരണം മൂലം ഭൗമോപരിതല താപം ക്രമേണ കുറയുന്നു. രാത്രികാല ഭൗമവികിരണത്തിലൂടെ കൂടുതൽ ഊർജ്ജം നഷ്ടപ്പെട്ട് ഭൗമോപരിതലവും അന്തരീക്ഷവും തണുക്കുന്നു. അതിനാൽ സൂര്യോദയത്തിന് തൊട്ടു മുമ്പുള്ള താപനിലയാണ് ഒരു ദിവസത്തെ ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷ താപനില. അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ, അതായത് ഉച്ചയ്ക്ക് 2 മണിക്കാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ നമുക്ക് അനുഭവപ്പെടുന്നത്. അതേസമയം ഏറ്റവും കുറവ് ടെമ്പറേച്ചർ അനുഭവപ്പെടുന്ന എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോർണിംഗ് 5 o'clock ആണ്. ഒന്ന് ഓർത്തിരിക്കുക, 2 മണിക്കാണ് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത്, പകൽ 2 മണിക്ക്, ദാറ്റ് മീൻസ് 2 PM. ഏറ്റവും കുറവ് അനുഭവപ്പെടുന്ന എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 AM ആണ്. ഇത് രണ്ടും ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം തെർമോമീറ്റർ. അതായത് അന്തരീക്ഷ താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് തെർമോമീറ്റർ എന്ന ഉപകരണം. 2 സാധാരണ തെർമോമീറ്ററുകൾ യു ആകൃതിയിൽ ഗ്ലാസ് ട്യൂബ് കൊണ്ട് യോജിപ്പിച്ച് തയ്യാറാക്കുന്ന പ്രത്യേകതരം ഉപകരണമാണ് മാക്സിമം മിനിമം തെർമോമീറ്റർ. ഒരു മാക്സിമം മിനിമം തെർമോമീറ്ററിൽ രേഖപ്പെടുത്തുന്നതിൽ നിന്നും ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും നമുക്ക് കിട്ടും. ഇനി ടെമ്പറേച്ചറിന് വേണ്ടിയിട്ടുള്ളത് നമ്മൾ ഓൾറെഡി ഫിസിക്സിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ടെമ്പറേച്ചർ ഡിനോട്ട് ചെയ്യുന്നത് ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി ഫാരൻഹീറ്റ് എന്നീ ഏകങ്ങളിലാണ് താപനില രേഖപ്പെടുത്തുന്നത്. ഫാരൻഹീറ്റിൽ ജലത്തിന്റെ ഖരാങ്കം 32 ഡിഗ്രി സെൽഷ്യസ്, നമുക്ക് 32 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് വരുന്നത്. അതേസമയം അത് നമ്മൾ ഡിഗ്രി സെൽഷ്യസിൽ വന്നു കഴിയുമ്പോൾ 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതേസമയം തിളനില, അതായത് നമ്മുടെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ഡിഗ്രി സെൽഷ്യസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് 100 ഡിഗ്രി ആണ്. നമ്മൾ ഒരുപാട് വട്ടം പഠിച്ചിട്ടുള്ള ഒരു ഫോർമുലയാണ് ഫാരൻഹീറ്റും ഡിഗ്രി സെൽഷ്യസും തമ്മിലുള്ളത്. ഇനി ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസമാണ് ദൈനിക താപാന്തരം എന്ന് പറയുന്നത്. ഈ ദൈനിക താപാന്തരത്തിന്റെ ശരാശരി കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ദൈനിക ശരാശരി താപനില എന്ന് പറയുന്നു. ഓക്കെ, ദൈനിക ശരാശരി താപനില എന്ന് പറയുന്നത്. ദൈനിക താപാന്തരം എന്ന് വെച്ചാൽ കൂടുതലും കുറവും തമ്മിലുള്ള വ്യത്യാസമാണ് വരുന്നത്. ദൈനിക ശരാശരി താപനില എന്ന് വെച്ചാൽ കൂടിയ താപനില പ്ലസ് കുറഞ്ഞ താപനില ഡിവൈഡഡ് ബൈ 2. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്, വളരെ സിമ്പിൾ ആണ്, ചെയ്ത് ഞാൻ വെറുതെ ടൈം കളയുന്നില്ല. ഓക്കെ, ഇനി സമതാപരേഖകൾ നമ്മൾ ഓൾറെഡി തന്നെ പഠിച്ചിട്ടുള്ള കുറച്ച് ടൈം, നമ്മൾ ഐസോ വെച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള ഐസോ ബാർ, ഐസോ ടോപ്പുകൾ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ ഐസോ തേംസ് എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് സമതാപരേഖകൾ ഭൂമിയിൽ ഒരേ താപനില അനുഭവപ്പെടുന്ന പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ടുള്ള സാങ്കല്പിക രേഖകളെ ആണ് സമതാപ രേഖകൾ എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, സമതാപരേഖയിൽ 2 കാര്യങ്ങളുണ്ട്. സമതാപരേഖയിൽ ഉത്തരാർദ്ധഗോളത്തെ അപേക്ഷിച്ച് ദക്ഷിണാർദ്ധഗോളത്തിൽ സമതാപരേഖകൾ അക്ഷാംശ രേഖയ്ക്ക് ഏറെക്കുറെ സമാന്തരമായിട്ടാണ് പോകുന്നത്. ഉത്തരാർദ്ധഗോളത്തെ അപേക്ഷിച്ച് ദക്ഷിണാർദ്ധഗോളത്തിൽ സമതാപരേഖകൾ അക്ഷാംശ രേഖയ്ക്ക് ഏറെക്കുറെ സമാന്തരമായിട്ടാണ് പോകുന്നത്. ടെമ്പറേച്ചർ വേരിയേഷൻ കുറവായതുകൊണ്ട് തന്നെയാണ് അങ്ങനെ വരുന്നത്. ഭൂമിയിൽ എല്ലായിടത്തും എല്ലായ്പ്പോഴും ഒരേ താപനിലയല്ല അതായത് താപവിതരണത്തിൽ സ്ഥലകാല വ്യത്യാസങ്ങൾ അനുഭവപ്പെടുന്നു. ഈ അത്
അതിനകത്ത് എന്തൊക്കെയാണ്, അതായത് നമ്മുടെ ടെമ്പറേച്ചറിനെ ബാധിക്കുന്ന, ഭൂമിയിൽ എല്ലായിടത്തും ഒരേപോലെ അല്ലല്ലോ ടെമ്പറേച്ചർ അനുഭവപ്പെടുന്നത്. നമ്മുടെ അക്ഷാംശത്തിന്റെ വേരിയേഷൻ വരുമ്പോഴ, അതേപോലെ തന്നെ സമുദ്ര സാമീപ്യം വരുമ്പോഴ, പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ മർദ്ദത്തിന്റെ വേരിയേഷൻ വെച്ചിട്ട്, ഹൈറ്റിന്റെ വേരിയേഷൻ വെച്ചിട്ട്, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ടെമ്പറേച്ചറിൽ ഭൂമിയിൽ വേരിയേഷൻസ് വരാറുണ്ട്. പിന്നെ താപീയ മധ്യരേഖ, ഇതിന് മുന്നേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൊന്നും കണ്ടിട്ടില്ലാത്തൊരു പോയിന്റ് ആണ്, പക്ഷെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ അത് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓരോ രേഖാംശ രേഖയിലെയും ഏറ്റവും ഉയർന്ന, ഓർത്തിരിക്കുക, നമ്മളെപ്പോഴും ടെമ്പറേച്ചർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമ്മളെപ്പോഴും അക്ഷാംശ രേഖയുടെ സ്ഥാനങ്ങൾ മാത്രമാണ് പറയാറുള്ളത്. രേഖാംശ രേഖകൾ എപ്പോഴും നമ്മൾ സമയനിർണ്ണയത്തിനാണ് യൂസ് ചെയ്യാറുള്ളത് എന്നൊക്കെ പറയുന്നത്. പക്ഷെ താപീയ മധ്യരേഖ എന്ന് പറഞ്ഞാൽ ഓരോ രേഖാംശ രേഖയിലെയും ഏറ്റവും ഉയർന്ന വാർഷിക ശരാശരി അന്തരീക്ഷ താപനില രേഖപ്പെടുത്തിയിട്ടുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന സാങ്കല്പിക രേഖയാണ് താപീയ മധ്യരേഖ. ഇതും ഐസോതേർമും തമ്മിൽ മാറിപ്പോകരുത് കേട്ടോ. ഓക്കെ, ഇനി അപ്പം നമ്മുടെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. താപത്തെ സ്വാധീനിക്കുന്ന, ടെമ്പറേച്ചറിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിലേക്ക് തന്നെ കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ അക്ഷാംശീയ സ്ഥാനമാണ് വരുന്നത്. സൂര്യപ്രകാശം ഏറെക്കുറെ ലംബമായി പതിക്കുന്ന ഭാഗമാണ് നമ്മുടെ ഭൂമധ്യരേഖ എന്ന് നമുക്കറിയാം. 0 ഡിഗ്രി ഭൂമധ്യരേഖ, ഇക്വറ്റോറിയൽ റീജിയനിൽ നമുക്ക് താപനില വളരെ കൂടുതലാണെന്നും അറിയാം. ഇനി നമുക്ക് നോക്കേണ്ടത് ഉത്തരായന രേഖയാണ് വരുന്നത്. അതായത് 23.5 ഡിഗ്രി വടക്ക് കാണുന്ന, നോർത്തിൽ കാണപ്പെടുന്നതിന് ഉത്തരായന രേഖ എന്നും 23.5 ഡിഗ്രി സൗത്തിൽ കാണപ്പെടുന്നതിന് ദക്ഷിണായന രേഖ എന്നും പറയുന്നു. 66 ഡിഗ്രി നോർത്ത് ആർട്ടിക് വൃത്തവും അതുപോലെ തന്നെ 66 ഡിഗ്രി തെക്ക് എന്ന് പറയുന്നത് നമ്മുടെ അന്റാർട്ടിക് വൃത്തവുമാണ് വരുന്നത്. ഓക്കെ, പിന്നെ 90 ഡിഗ്രി എന്ന് പറയുന്നത് ഉത്തര ധ്രുവമായിട്ടും താഴെ ദക്ഷിണ ധ്രുവമായിട്ടും കാണുന്നു. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ഭൂമധ്യരേഖയിലെ സൂര്യപ്രകാശം ലംബമായി പതിക്കുന്നു, അതേസമയം ധ്രുവ പ്രദേശങ്ങളിലേക്ക് പോകുന്നതോറും സൂര്യപ്രകാശത്തിന് ചെരിഞ്ഞു പതിക്കുന്നു. അങ്ങനെ ചെരിഞ്ഞു പതിക്കുന്നതുകൊണ്ട് തന്നെ ധ്രുവ പ്രദേശങ്ങളിലെ ഭൂമധ്യരേഖ പ്രദേശങ്ങളുടെ അത്രയും ടെമ്പറേച്ചർ അനുഭവപ്പെടുന്നില്ല. ഇത്രയും പോയിന്റ്സ് ഒക്കെ ആണല്ലോ. ഇനി നമ്മുടെ അക്ഷാംശത്തിന്റെ സ്ഥാനം വെച്ചിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് നോക്കാം. ഭൂമധ്യരേഖയിൽ നിന്നും 23.5 ഡിഗ്രി വടക്കും അതുപോലെ തന്നെ 23.5 ഡിഗ്രി സൗത്തിലേക്കും വരുന്ന ഈ ഓറഞ്ച് പോർഷനിൽ കാണുന്ന ഈ പോർഷൻസിനെ ഉഷ്ണമേഖല എന്നറിയപ്പെടുന്നു. ദാറ്റ് മീൻസ് ടെമ്പറേച്ചർ വളരെയധികം കൂടുതൽ അനുഭവപ്പെടുന്ന ഒരു പോർഷനാണ് ഉഷ്ണമേഖല. അത്രയും ടെമ്പറേച്ചർ അനുഭവപ്പെടുന്നില്ല 23 ഡിഗ്രി വടക്ക് മുതൽ 66 ഡിഗ്രി വടക്ക് വരെയും അതുപോലെ തന്നെ 23 ഡിഗ്രി തെക്ക് മുതൽ 66 ഡിഗ്രി തെക്ക് വരെയുമുള്ള ഈ യെല്ലോ കളറിൽ കൊടുത്തിരിക്കുന്നത് അത് ദക്ഷിണ മിതോഷ്ണ മേഖലയും അതുപോലെ തന്നെ ഉത്തര മിതോഷ്ണ മേഖലയും എന്നറിയപ്പെടുന്നു. 66 ഡിഗ്രി വടക്ക് മുതൽ 90 ഡിഗ്രി വടക്ക് വരെയുള്ള ഭാഗത്തിന് ഉത്തര ശൈത്യ മേഖലയും അതുപോലെ തന്നെ കറസ്പോണ്ടിങ് താഴെ വരുന്നതിന് ദക്ഷിണ ശൈത്യ മേഖലയും എന്ന് പറയുന്നു. പിന്നെ നമുക്ക് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം ടെമ്പറേച്ചറിനെ ബാധിക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞു. ഉയരം കൂടുന്തോറും അന്തരീക്ഷ താപനില ക്രമേണ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പം നമ്മൾ തിരുവനന്തപുരത്ത് ഇരിക്കുന്ന ടെമ്പറേച്ചറാണ് നമ്മുടെ മൂന്നാറിൽ ഇരിക്കുന്നത് അല്ലല്ലോ, കാരണം അവയ്ക്ക് സമുദ്രനിരപ്പിൽ നിന്ന് നല്ല ഉയരത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ടെമ്പറേച്ചറിൽ വേരിയേഷൻ വരുന്നുണ്ട്. അപ്പം നമ്മൾ കാലങ്ങളായിട്ട് പഠിച്ചൊരു പോയിന്റ് ഉണ്ട്, ഓരോ 165 മീറ്റർ ഉയരത്തിലും ഓരോ ഡിഗ്രി സെൽഷ്യസ് വീതം ടെമ്പറേച്ചർ കുറയുന്നു എന്നൊരു ക്വസ്റ്റ്യൻ, എന്നൊരു കൺസെപ്റ്റ് നമ്മൾ ഒരുപാട് വട്ടം പഠിച്ചിട്ടുണ്ട്. അപ്പൊ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ അത് ആഡ് ചെയ്തിരിക്കുന്നത് ഓരോ കിലോമീറ്റർ ഉയരത്തിലും, അതായത് നമ്മൾ 165 എടുത്ത സമയത്ത് ഇവിടെ 1 കിലോമീറ്റർ ആണ് അവിടെ എടുത്തിരിക്കുന്നത്. 6.4 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറഞ്ഞു വരുന്ന പ്രതിഭാസത്തിന് ക്രമമായ താപ നഷ്ടനിരക്ക് എന്ന് വിളിക്കുന്നു. അപ്പൊ ഈ വാല്യൂ ഒന്ന് ഓർത്തിരിക്കാം, കാരണം നമ്മൾ ഇത്രയും കാലം 165 1 ഡിഗ്രി എന്ന് പഠിച്ചു. ഇവിടെ വന്നപ്പോൾ അത് 1 കിലോമീറ്റർ ആണെന്ന് ഓർത്തിരിക്കുക. 6.4 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറഞ്ഞു വരുന്നു. രണ്ടും ഈക്വൽ ആണ് കേട്ടോ. അവരുടെ മെഷർമെന്റ്സ് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ സംഭവം ചേഞ്ച് ഒന്നുമില്ല. പക്ഷെ ഇതും കൂടെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. ഇപ്പം സമുദ്രത്തിൽ നിന്നുള്ള ഉയരം അനുസരിച്ചിട്ട് ടെമ്പറേച്ചർ കുറയുന്നു എന്ന കാര്യം അറിഞ്ഞിരിക്കാം. ഇനി അടുത്തതാണ് കരയും കടലും വ്യത്യസ്തമായി ചൂട് പിടിക്കുന്നു. നമുക്കറിയാവുന്ന കാര്യമാണ്, കര വേഗം ചൂട് പിടിക്കുകയും തണുക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ സമുദ്രത്തെ അപേക്ഷിച്ച് കരഭാഗങ്ങളിൽ ഉഷ്ണകാല അന്തരീക്ഷ താപം വളരെ കൂടുതലും ശൈത്യകാല അന്തരീക്ഷ താപം വളരെ കുറവുമായിരിക്കും. ഇനി സമുദ്രത്തിൽ നിന്നുള്ള അകലം വെച്ചിട്ടും ടെമ്പറേച്ചറിൽ വേരിയേഷൻ വരാറുണ്ട്. സമുദ്രത്തിൽ നിന്ന് അകലും തോറും ഒരു സമുദ്ര സ്വാധീനം കുറഞ്ഞു വരുന്നതിനാൽ പകൽ താപം വളരെ ഉയരുന്നതിനും രാത്രി താപം വളരെ കുറയുന്നതിനും കാരണമാകുന്നു. സമുദ്രത്തിൽ നിന്നുള്ള സമുദ്ര സാമീപ്യം. ഇനി സമുദ്ര ജലപ്രവാഹങ്ങൾ ആക്ച്വലി ഇവിടെ 2 സമുദ്ര ജലപ്രവാഹങ്ങൾ മാത്രമേ ടെക്സ്റ്റ് ബുക്കിലുള്ളൂ, പക്ഷെ നമ്മൾ ഒരുപാട് സമുദ്ര ജലപ്രവാഹങ്ങൾ പഠിച്ചിട്ടുണ്ട്. സമുദ്ര ജലപ്രവാഹങ്ങളും ടെമ്പറേച്ചറിനെ നന്നായി തന്നെ ബാധിക്കുന്നുണ്ട്. അപ്പം ഈ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന 2 സമുദ്ര ജലപ്രവാഹങ്ങളെന്ന് ഓർത്തിരിക്കുക. ഉഷ്ണജല പ്രവാഹം എന്നിവർ പറഞ്ഞിരിക്കുന്ന ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം വെരി വെരി ഇമ്പോർട്ടന്റ്. ഇനിയിപ്പം ബാക്കി ഒന്നും പഠിച്ചില്ലെങ്കിൽ ഈ 2 ഓർത്തിരിക്കുക. ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം എന്ന് പറയുന്നത് ഉഷ്ണജല പ്രവാഹമാണ്. അതേപോലെ തന്നെ ലാബ്രഡോർ എന്ന് പറയുന്നത് ഒരു ശീതജല പ്രവാഹമാണ് എന്നും ഓർത്തിരിക്കുക. ലാബ്രഡോറും ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹവും ഓർത്തിരിക്കുക. ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം ഉഷ്ണജല പ്രവാഹവും ലാബ്രഡോർ ശീതജല പ്രവാഹവുമാണ്.
ഇനി ഇവിടെ ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട് അവർ, അതായത് ഭൂപ്രകൃതിക്ക് അനുസരിച്ചിട്ട് ടെമ്പറേച്ചറിൽ എന്ത് വേരിയേഷൻ ആണ് വരുന്നത് എന്ന കാര്യമാണ് അവർ പറയുന്നത്. അതായത് എ ബി എന്നീ 2 സ്ഥലങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ സൂര്യരശ്മി, ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്, ഇവിടെ സൂര്യരശ്മി ഇവിടെ ഈ പർവ്വതത്തിന് തട്ടി, അപ്പോൾ സൂര്യരശ്മി എയിൽ വരുമ്പോഴത്തേക്ക് കുറഞ്ഞല്ലേ വരത്തുള്ളൂ. അതേസമയം ബി എന്ന് പറയുന്ന ഈ പൊസിഷനിലാണെങ്കിൽ സൂര്യരശ്മി ഡയറക്റ്റ് ആണ് പതിക്കുന്നത്. അപ്പം നമ്മുടെ എന്താ പറയാ, ഭൂമിയുടെ കിടപ്പിനെ അനുസരിച്ചിട്ടും സൂര്യരശ്മിയുടെ പതനത്തിൽ വേരിയേഷൻസ് വരുന്നുണ്ട്, അതനുസരിച്ചിട്ടും ടെമ്പറേച്ചർ വേരിയേഷൻസ് വരുന്നുണ്ട്. അപ്പം ഇത്രയുമാണ് നമ്മൾ ഫസ്റ്റ് പോർഷനിൽ എടുക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് അന്തരീക്ഷമർദ്ദവും കാറ്റുകളും എന്നതാണ്. അപ്പം അതുവരെ എല്ലാവർക്കും ഓക്കെ, ബൈ, സി യു അഗെയിൻ.